പ്രിയപ്പെട്ടവരെ, ലോകമാതൃകയിലുള്ള രക്ഷാപ്രവർത്തനം ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിച്ചവർക്ക് സമ്മാനിച്ചൊരു സമൂഹം ദുരിതാശ്വാസത്തിൽ അവരെ കൈവിടുകയാണോ? അതും പുഴുവരിച്ച ഭക്ഷ്യക്കിറ്റിൽ നിന്നുള്ള വിഷബാധയും ദുരന്തബാധിതരുടെ സമൂഹത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അത് വലിയ ഞെട്ടലുണ്ടാക്കുന്നു. ഈ വിഷയമാണ് എൻ്റെ ചോര തിളയ്ക്കുന്നു ഇന്നും പരിശോധിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നും തത്സമയം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. നമുക്കൊപ്പം അതിഥികളായി ഷിഹാബ് മേപ്പാടി, യൂത്ത് ലീഗിന്റെ പ്രതിനിധി, CPM-ന്റെ കൽപ്പറ്റ ഏരിയ സെക്രട്ടറി ഹാരിസ് എന്നിവരാണ് ഇപ്പോഴുള്ളത്. അല്പസമയത്തിനുള്ളിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. സുകുമാരനും തത്സമയം നമുക്കൊപ്പം ചർച്ചയിൽ ചേരും. ഞാൻ ആദ്യം ഷിഹാബിലേക്ക് പോകുന്നു. ഷിഹാബ്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഭക്ഷ്യവിഷബാധ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. ആരുടെ കാര്യത്തിൽ ആർക്ക് സംഭവിച്ച വീഴ്ച? തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 2 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത. ഇന്നലെയും ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ഒരു 4-5 ദിവസത്തിനിടയിൽ 6-ാം തീയതിയും 4-ാം തീയതിയും 219 കിറ്റുകൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ EMS ഹാളിൽ നിന്നും ഉദ്യോഗസ്ഥർ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് 7-ാം തീയതി 5 കിറ്റുകൾ കുന്നമ്പറ്റയിലെ ദുരിതബാധിതർക്ക് നൽകിയിട്ടുണ്ട്. ഇതിലാണ് നിലവിൽ ഈ ബുദ്ധിമുട്ട് പറയുന്നത്. ഏതെങ്കിലും എന്ന് വിതരണം ചെയ്ത കിറ്റിൽ 7-ാം തീയതി വിതരണം ചെയ്ത കിറ്റിലാണ്. 7-ാം തീയതി മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്ത കിറ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് അങ്ങനെയാണ് പറയുന്നത്. 7-ാം തീയതി കൊടുത്ത കുന്നമ്പറ്റയിലെ 5 നിമിഷം 7-ാം തീയതിയാണ് മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് കിറ്റ് വിതരണം ചെയ്തിരിക്കുന്നത്. ഈ കിറ്റ് മേപ്പാടി പഞ്ചായത്തിൽ വിതരണം ചെയ്യാൻ എത്തിയതെന്നാണ്. ഈ കിറ്റ് 2 തവണയായി 2 മാസത്തിനിടക്ക് വന്ന കിറ്റാണ്. ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അതിൻ്റെ ജോയിന്റ് ഡയറക്ടർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുന്ന നിർദ്ദേശപ്രകാരം അവരുടെ അവർ പറയുന്ന മാനദണ്ഡ പ്രകാരം വിതരണം ചെയ്യാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 2 തവണയായി ഈ കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 തവണയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വിതരണം ചെയ്ത കിറ്റ് എന്ന് വന്നു എന്നതാണ് എന്റെ ചോദ്യം. 2 മാസങ്ങൾക്ക് മുമ്പാണ്. സെപ്റ്റംബർ 8-ാം തീയതിയോ 9-ാം തീയതിയോ ഓണത്തിന് അല്ലേ? ഒരു നിമിഷം, ഈ സെപ്റ്റംബർ 8-ാം തീയതി എത്തി. എന്തുകൊണ്ടാണ് ഈ 2 മാസം ഈ കിറ്റ് വിതരണം ചെയ്യാൻ വൈകിയത്? ഈ കിറ്റ് വിതരണം ചെയ്യാൻ വൈകിയതല്ല, മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ദുരിതബാധിതർക്ക് ആവശ്യമായ കിറ്റിൽ അധികം എണ്ണം മേപ്പാടിയിൽ എത്തിക്കുകയും ആദ്യഘട്ടത്തിൽ ഈ കിറ്റ് പൂർണ്ണമായി വിതരണം ചെയ്യുകയും ചെയ്തതിനു ശേഷം 15/10/2024 ബാക്കിയുള്ള കിറ്റുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചിട്ടുണ്ട്. 21/10/2024 ഇതിന് കൊടുത്ത മറുപടി, വയനാട് ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റിയിലടക്കമുള്ള ദുരിതബാധിതർക്ക്, അതായത് മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും അവിടേക്ക് താമസം മാറിപ്പോയ വാടക വീടുകൾ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സെക്രട്ടറിയുടെ, അതാത് പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ കത്തുമായി വരുന്ന മുറക്ക് ഈ കിറ്റുകൾ വിതരണം ചെയ്യണമെന്നാണ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ കിറ്റ് വിതരണം നിരന്തരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഈ കുട്ടികൾ ഇപ്പോൾ വിതരണം ചെയ്ത കിറ്റുകൾ മേപ്പാടി പഞ്ചായത്തിലാണോ മറ്റേതെങ്കിലും പഞ്ചായത്തിലാണോ? മേപ്പാടി ഗ്രാമപഞ്ചായത്ത്. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വിതരണം ചെയ്യേണ്ട സാധനങ്ങളായിരുന്നു ഇത്. മേപ്പാടി പഞ്ചായത്തിൽ മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കിറ്റുകൾ അവിടെ ബാലൻസ് വന്നതിന് ശേഷം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന്റെ പരിധിയിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച സാധനങ്ങൾ അവർ വരുന്ന മുറക്ക് അവർക്ക് നൽകുകയും പിന്നീട് ഈ സാധനങ്ങൾ ബാക്കി വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് 19/10/2024 മേപ്പാടിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ ബാക്കി വന്ന കിറ്റുകൾ പരിശോധിച്ചു. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ പരിശോധന നടത്തിയത്. അതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കിറ്റുകൾ മേപ്പാടിയിലെ EMS ഹാളിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ മാറ്റിവെക്കുന്നത് ഉപയോഗിക്കാൻ കഴിയാത്ത കിറ്റുകൾ അവരാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ്. അന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കാണോ റവന്യൂ ഉദ്യോഗസ്ഥർക്കാണോ? റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. കാരണം
ഞാൻ വരാം. ഹാരിസ്, രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. കിറ്റ് വിതരണം ചെയ്യാൻ വൈകിയിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. ഇന്ന് സംസ്ഥാന തലത്തിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തു. ഇപ്പോൾ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഈ കിറ്റിന്റെ വിതരണം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. വീഴ്ച സംഭവിച്ചത് പഞ്ചായത്തിനല്ലെന്നും അധികം വന്ന കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഉത്തരവ് വന്നതിന് ശേഷം അതാത് സെക്രട്ടറിമാരുടെ കത്തോടുകൂടി വരുന്നവർക്ക് വിതരണം ചെയ്തുവെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഇത് വാസ്തവമാണോ? അങ്ങനെയാണെങ്കിൽ റവന്യൂ വകുപ്പ് ഈ കിറ്റ് ഇട്ടുകൊടുത്തിട്ട് മടങ്ങുകയാണോ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് അത് കിട്ടി എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല റവന്യൂ വകുപ്പിനില്ലേ? തീർത്തും അവാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ സുഹൃത്ത് ഷിയാബ് ഇവിടെ പറഞ്ഞത്. ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് ശേഷം ക്യാമ്പുകളിൽ നിന്ന് വാടക സ്ഥലത്തേക്ക് മാറിയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് തന്നെ അവരുടെ കൈകളിലേക്ക് ആവശ്യമായിട്ടുള്ള വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തതാണ്. അവർ വീടുകളിലേക്ക് ആ മാറുന്ന മുറക്ക് തന്നെ ബാക്കി വരുന്ന ആളുകൾക്ക് ഇത് നൽകുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനം എന്നുള്ള നിലക്ക് ഇത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ചെയ്യണം. മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെയാണ് ഏൽപ്പിച്ചത്. ഇങ്ങനെ എത്തിച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അവാസ്തവമായിട്ട് ഈ വീടുകളിൽ മാറിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നതിനപ്പുറം മേപ്പാടി പഞ്ചായത്തിലെ ഇത് എഫക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് ഏൽപ്പിച്ചതാണ്. നിങ്ങൾ അധികം കൊടുത്തു എന്നാണ് ഇപ്പോൾ അതാ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പൊ നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ ആളുകളുടെ ഇപ്പൊ ഈ ഭക്ഷ്യ കിറ്റിനകത്ത് ഈ ദുരന്തം ഇപ്പൊ ഭക്ഷ്യ കിറ്റിന്റെ ദുരന്തം സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ട് പഞ്ചായത്ത് കൊടുത്തെ. അതിൽപ്പെട്ട ആളുകളുടെ തന്നെ ബൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചാനലിൽ വരുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ കിറ്റാണ്, ആദ്യമായിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കിറ്റാണ് ഇത്. നിങ്ങൾക്ക് ഈ ഭക്ഷ്യ വിഷബാധ ഏറ്റത് ആദ്യമായി കിട്ടിയ കിറ്റാണോ? ആദ്യമായി കിട്ടിയ കിറ്റിൽ നിന്ന് ഞാൻ തന്നെ ചാനലിൽ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ കുന്നമ്പറ്റയിലെ കുടുംബം തന്നെ നിങ്ങളുടെ ചാനലിൽ നിന്ന് അവര് മിനിയാന്ന് രാവിലെ പറയുന്നത് എന്താണ്? അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനു മുമ്പ് കിട്ടിയ കിറ്റിൽ നിന്നൊന്നും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മുമ്പും ഞങ്ങൾക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്, അതിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാനിവിടെ സൂചിപ്പിച്ച കാര്യം ഒരു വാദത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല. 7/11/2024 അതായത് ഈ വിഷയം മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ദിവസം ജോയിന്റ് ഡയറക്ടർ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചിരുന്നു. JC 342/2024 എന്നുള്ള രീതിയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കൊടുത്ത മറുപടിയാണ് ഇത്. ഈ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ സംഭവിച്ചത്. എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ നേരത്തെ ഹാരിസ് പറയുന്നത് ഷിഹാബ് പറയുന്നത് പോലെയല്ല. ഈ ആദ്യമായി കിട്ടിയ കിറ്റാണെങ്കിൽ ആ കിറ്റിൽ വീഴ്ച വന്നിട്ടുള്ളൂ എന്നതാണ് ചോദ്യം. രണ്ടാമത്തെ കിറ്റാണെങ്കിൽ നിങ്ങൾ അധികം കൊടുത്ത കിറ്റു എന്ന വാദം നിൽക്കൂ. അല്ല, ആദ്യമായി കൊടുത്ത കിറ്റ് അല്ല ഇത്. ആണോ? എന്താണ് ഹാരിസ്? ഇത് ഞാൻ പറയുന്നതല്ലോ. ഇത് ലഭിച്ചിട്ടുള്ള ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള കുടുംബത്തിൽ ഇപ്പൊ ഭക്ഷ്യവിഷബാധ സംഭവിച്ചിട്ടുള്ള കുടുംബത്തിലെ ആളുകളാണ് ഈ ചാനലിൽ ലോകം മുഴുവൻ കണ്ടതാ. അവരാണ് പറഞ്ഞത്. ഇതിനകത്തുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്തത്തെ നമ്മൾ നേരിട്ട് ഈ നാടൊന്നാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. പക്ഷേ ഈ ദുരന്തത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ ആളുകൾക്ക് കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളായാലും മറ്റു ഉപകരണങ്ങളായാലും എങ്ങനെ രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് ഇവർ സമീപിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഇവിടെ ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, ഇവിടെ ഈ ഭക്ഷ്യധാന്യ കിറ്റുകൾ വന്നതോ മറ്റു ഉപകരണങ്ങളോ ഈ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ അതിനകത്ത് സ്വന്തം പേരോ ഫോട്ടോ വെച്ച് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഞങ്ങളുടെ സംശയം മുഴുവൻ പറയാൻ അനുവദിക്കൂ. ഈ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. സെക്രട്ടറിയെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ ചൂരൽമലയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്ക്, ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം അത് ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് റവന്യൂ അതിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ചോദിച്ചപ്പോൾ കൊടുക്കാതെ ഇത് റവന്യൂവിന്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞ ആളാണ് പഞ്ചായത്ത് സെക്രട്ടറി. മാത്രമല്ല ഈ പ്രദേശത്തെ എല്ലാ വാർഡുകളിലേക്കും ഈ ദുരന്തത്തിന്റെ ഭാഗമായി മേപ്പാടി പഞ്ചായത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൊടുത്ത ഈ കിറ്റ് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി UDFന്റെ മെമ്പർമാര് അവർക്കിഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുകയും ബാക്കി സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. FCI ഗോഡൌണിൽ നിന്നാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ കിറ്റുകൾ കൊടുത്തയച്ചത്. അത് 22 വാർഡിലും അവിടുത്തെ CPM ജനപ്രതിനിധികളുള്ള വാർഡുകളിൽ അടക്കം മുഴുവൻ കുടുംബങ്ങളിലേക്കും പ്രത്യേകമായി പാക്ക് ചെയ്ത കിറ്റുകൾ. അത് ഈ കിറ്റുമായി യാതൊരു ബന്ധവുമില്ല. എല്ലാ വാർഡുകളിലും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സംശയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം തീരാൻ വേണ്ടി ഈ മേപ്പാടി പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ കിറ്റ് വിതരണം ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ? ഒരു ഘട്ടം എന്ന നിലയ്ക്ക് ഇവിടെ
ഞാൻ രാഷ്ട്രീയം നോക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് അവസ്ഥ. നിങ്ങൾക്ക് അവിടെ സർവേ നടത്താം. നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാം. അഞ്ച് മെമ്പർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളാണ്. അവരുടെ വാർഡുകളിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന പണി ഞങ്ങൾ എടുക്കും. 5 വാർഡ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഞങ്ങളുടെ മെമ്പർമാര് അന്ന് ഞങ്ങളെ വിളിച്ച് പരാതി പറഞ്ഞതാണ്. എന്താ കാരണം? UDFന്റെ മെമ്പർമാർ വ്യാപകമായ രീതിയിൽ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഞങ്ങളുടെ ഈ കൽപ്പറ്റയിലുള്ള ഞങ്ങളുടെ പാർട്ടി സഖാക്കളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ കിറ്റുകൾ വാങ്ങിയിട്ട് ഈ പ്രദേശത്ത് കൊണ്ടുപോയി വിതരണം ചെയ്യേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? ഈ പ്രദേശങ്ങളിലെ ആളുകളെ നോക്കി സാധനം കൊടുത്തതിന്റെ ഭാഗമായി അർഹരായിട്ടുള്ള ആളുകളിലേക്ക് ഈ കിറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 29-ാം തീയതി ഈ റവന്യൂ വകുപ്പ് കൊടുത്ത അരി അതിനുശേഷം 7-ാം തീയതി ഇവിടെ പറഞ്ഞല്ലോ, 7-ാം തീയതി ചാനലുകളുടെ സാന്നിധ്യത്തിൽ അവളെ പൊലിച്ച് പരിശോധിച്ചപ്പോൾ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനം കണ്ടിട്ടില്ല. അതിനുശേഷം ഇന്നലെ വൈകുന്നേരമാണ് കൽപ്പറ്റ MLA ഈ പ്രദേശത്ത് പോയിട്ട് ബഹളമുണ്ടാക്കി പരിശോധിച്ചിട്ട് അതിനകത്ത് ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മേപ്പാടി പഞ്ചായത്തിലെ സെക്രട്ടറിയും ഈ ഭരണസമിതിയും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി 3 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട കിറ്റ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഉപകരണമാക്കുന്നതിന് വേണ്ടി പൂഴ്ത്തിവെച്ചു. അതിന്റെ ഭാഗമായിട്ട് കേടുവന്ന സാധനങ്ങൾ ഈ തിരക്കിനിടയിൽ ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നു. കൃത്യമായ പരിശോധന നടത്താൻ കഴിയുന്നില്ല. അതിൽ പെട്ടുപോയി ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കൃത്യമായ പരിശോധന നടത്താതെ ഈ സമയത്ത്, അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് ഇപ്പോഴല്ലേ വന്നത്, ഈ സാധനങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ടോ, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ഇപ്പോഴും അടിസ്ഥാനമായി നിൽക്കുന്നത്. നോക്കൂ, റവന്യൂ വകുപ്പിൽ നിന്ന് ഈ 2ാമത്തെ കിറ്റ് വിതരണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇല്ല. താങ്കൾ പറയുന്നത് നൽകിയിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്നത് രേഖയാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ രേഖ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത് കൊടുത്തത് 7-ാം തീയതിയാണ്. ആ രേഖയിൽ 3 പേപ്പറിൽ നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാം ഇതിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന്. ഇവിടെ പറഞ്ഞല്ലോ ഇവരുടെ വാർഡുകളിൽ ഇവര് സമാഹരിച്ച സാധനങ്ങളാണ് കൊടുത്തതെന്ന്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കൈപ്പറ്റിയത് CPM-ന്റെ 5 വാർഡുകളിലും ഈ കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ കിറ്റുകൾ സർക്കാർ നൽകിയ കിറ്റാണ്. ആ കിറ്റ് മേപ്പാടി പഞ്ചായത്തിലെ 22 വാർഡിലും വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് ഇന്നലത്തെ വിഷയമാണ്. 835 ചാക്ക് അരി, നല്ല ഉപയോഗപ്രദമായ അരി കൊടുത്തിട്ടുണ്ട് എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ്. നിങ്ങളെ മാധ്യമങ്ങളടക്കം ഇന്നലെ റിപ്പോർട്ട് ചെയ്തല്ലോ 2018 എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ അരി അടക്കം അവിടെ പൂത്തിവെച്ചിരിക്കുകയാണ്. ആ അരി ആരാണ് കൊണ്ടുപോകുന്നത്? ഹാരിസ്, നിങ്ങൾ കുഴപ്പത്തിലാവുന്ന ഒരു കാര്യം ഈ രേഖയിലുണ്ട്. ഞാനത് വായിക്കട്ടെ. വായിക്കുന്ന ഭാഗം ഇതാണ്. ഇത് കേരളം മുഴുവൻ കേൾക്കേണ്ടതാണ്. ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്ന ചോദ്യത്തിന് സെക്രട്ടറി, മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ. ഇത് കേൾക്കൂ, ഞാൻ വായിക്കുന്ന ഭാഗം താങ്കൾ കേൾക്കൂ. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് പറയാം. 9/9/2024 തീയതിയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും 340 എണ്ണം ഭക്ഷ്യധാന്യ കിറ്റുകളും വസ്ത്രങ്ങളും 300 എണ്ണം മിക്സികളും ലഭിക്കുകയും എന്ന് 9/9 സെപ്റ്റംബർ 9-ാം തീയതി തൊട്ടടുത്ത ദിവസം മുതൽ ദുരന്തബാധിതരെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ട് വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വാസ്തവമാണല്ലോ ഹാരിസ്, ഈ കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ. ഓണത്തിനു ശേഷവും ദുരന്തബാധിതർ കൈപ്പറ്റാതെ അവശേഷിച്ചിരുന്ന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വ്യക്തത വരുത്തുന്നതിനായി ബഹുതദ്ദേശ സ്വയംഭരണ വകുപ്പ് വയനാട് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് ഒക്ടോബർ മാസം 15-ാം തീയതി ഒരു കത്ത് നൽകുകയും അതിൽ 21/10 വയനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിർദ്ദേശം നൽകിയതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായി പുനരധിവസിപ്പിച്ചിരിക്കുന്ന ആളുകൾക്കും അതാത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സഹിതം വന്നാൽ ഈ കിറ്റ് ലഭ്യമാക്കുന്നതാണെന്ന് അറിയിക്കുകയുണ്ടായി. എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. മേപ്പാടി പഞ്ചായത്തിലേക്ക് എത്തിച്ച 340 കിറ്റുകളിൽ പൂർണ്ണമായും നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ വാസ്തവം? ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊന്ന് നേരത്തെ പറഞ്ഞു. കൈപ്പറ്റിയതിന്റെ ബാക്കി കൈപ്പറ്റിയതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നിമിഷം. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിക്കകത്തുള്ള ആളുകൾ ഈ ദുരന്തബാധിതർ ഇതിൽ എത്ര പേരാണ്? ഇതിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ 250 കുടുംബങ്ങളിൽ താഴെയുള്ളൂ. അതിന്റെ ബാക്കി ഒരു നിമിഷം. ആ 280 പേർക്ക് നിങ്ങൾ കൊടുത്തു. ബാക്കി 90 അവശേഷിച്ചിട്ടുള്ളൂ. അതിൽ കുറെ പേർ കിറ്റ് വാങ്ങിയിട്ടില്ല.
വിഷബാധ ബാധിച്ചവർ എവിടെ ഉള്ളവരാ? അവരെവിടെ ഉള്ളവരാ? മേപ്പാടി പഞ്ചായത്തിൽ മൂക്കിന്റെ താഴെ ഫ്ലാറ്റ് താമസിക്കുന്നവരാ വിഷബാധ ഉണ്ടായത്. ഷിഹാബെ നോക്കൂ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് വന്ന 340 ഭക്ഷ്യക്കിറ്റ്, ആ 340 ഭക്ഷ്യക്കിറ്റിൽ 250ഓളം അഫക്റ്റഡ് ആയ ആളുകൾക്ക് നിങ്ങൾ കൊടുത്തു തീർത്തു എന്ന് പറയുന്നു, ശരിയാണോ? മൊത്തം ആളുകൾക്കും കൊടുത്തോ? അതിൽ വാങ്ങാത്തവരുണ്ടാവാം. എനിക്ക് ഞാൻ ജനപ്രതിനിധിയല്ല, വാങ്ങാത്തവരുണ്ടാവാം. ഇതിന്റെ ആയിക്കോട്ടെ, വാങ്ങാത്തവരുണ്ട് എന്ന് കരുതുക. ഇപ്പോൾ കിറ്റ് വാങ്ങിയിരിക്കുന്നത് അങ്ങനെ വാങ്ങാത്തവരാണോ അല്ലയോ? അത് വ്യക്തമാക്കേണ്ടത് അവരാണ്, വാങ്ങിയവരാണ്. അവിടെയാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്താ? ഇപ്പോഴാണ് അവർ ആദ്യമായി ആ കിറ്റ് കൈപ്പറ്റുന്നതെങ്കിൽ ആ കിറ്റ് അവർക്ക് കൊടുക്കാൻ എന്തേ വൈകി? അതാണ് ചോദ്യം. അവിടെ സെക്രട്ടറി തന്നെ പറയുന്നു എല്ലാവരെയും ഫോൺ മുഖാന്തരം വിളിച്ചു, അവരോട് കിറ്റ് വാങ്ങാൻ പറഞ്ഞു എന്ന്. ഇതില് ഞങ്ങളിപ്പോഴും പറയുന്നത് അവിടെ ബാക്കിയുണ്ടായിരുന്ന കിറ്റുമായി ബന്ധപ്പെട്ടാണ് ജോയിന്റ് ഡയറക്ടറോട് അവര് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. സെപ്റ്റംബർ 9-ാം തീയതിയോ ഒക്ടോബർ മാസം 10-ാം തീയതി വരെ ഈ പറയുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്റ്റും നിലവിലില്ല. ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരുന്നതും. അതിന് മുൻപുള്ള ദിവസം, അതായത് സെപ്റ്റംബർ 9-ാം തീയതി ലഭിച്ച ഈ കിറ്റുകളും ഭക്ഷ്യ സാധനങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് ഒക്ടോബർ 15 വരെ മുഴുവൻ ആളുകൾക്കും എത്തിച്ചില്ല? ഇത് അവിടെ പറഞ്ഞത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിക്കുള്ളിലുള്ള ആളുകൾക്ക് കൈമാറാനാണ്. ആ ആളുകളെ മുഴുവൻ വിളിച്ച് അവരോട് ഇത് കൈപ്പറ്റണമെന്ന് ആവശ്യപ്പെട്ടതാണ്. മുഴുവൻ ആളുകളും നിങ്ങൾ ആവശ്യപ്പെട്ടു, അതാണ് പ്രശ്നം. നിങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറയാൻ അതവിടെ എത്തിച്ചേർന്നിട്ടില്ല സാർ. നിങ്ങൾ സെക്രട്ടറി ഫോൺ വിളിച്ചിട്ട് ഇത് വന്ന് കൈപ്പറ്റണം എന്ന് പറഞ്ഞാൽ തീരുവോ പ്രശ്നം? അവർ ദുരന്തബാധിതരായ മനുഷ്യരാണ്. ചോദ്യം ചോദിക്കുന്നു. ഇതേ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ, മറ്റ് മുനിസിപ്പാലിറ്റിയിലടക്കം മറ്റ് പഞ്ചായത്തുകളിൽ അടക്കമുള്ള ആളുകൾക്ക് ഇത് ഇവിടുന്ന് കത്തുകൾ വാങ്ങി വരുന്ന മുറക്ക്, സെക്രട്ടറിയുടെ കത്തുകൾ വാങ്ങി വരുന്ന മുറക്ക് ഇവർക്ക് കൈമാറണം എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾ പറയുന്നതാണെങ്കിൽ സർക്കാർ പറയേണ്ടത് ഇവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കണമെന്നല്ലേ? കത്ത് വാങ്ങി മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വരണം. അഡീഷണൽ ആണോ എന്നാണ് ചോദ്യം. അല്ലല്ല, അത് അഡീഷണൽ അല്ല. ഒരു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കിറ്റ് കിട്ടാത്ത വിഷയമില്ലല്ലോ. അല്ല, ഈ കിറ്റ് ബാക്കി വന്നപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ആണ് ചോദ്യം. ഒരാൾക്കും കൊടുക്കാതെ മാറ്റി വെച്ചിട്ടില്ല. ഒരാൾക്കും കൊടുക്കാതെ മാറ്റി വെച്ചിട്ടില്ല. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സമീപിച്ച മുഴുവൻ ആളുകൾക്കും, ഇതിന്റെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കിറ്റുകളുണ്ടാവാം. ഇത് എന്താ പറയുക വെച്ചാൽ നമ്മൾ കിറ്റ് ശരിയാണ്, ഓക്കെ. ഒരു 2 മാസം, 1 മാസം കഴിഞ്ഞിട്ട് 10-15 ദിവസം പൂത്തുങ്ങൾക്ക് ശരിയല്ല, ശരിയല്ല എന്നതാണ് അഭിപ്രായം. എന്താ അഭിപ്രായം പറയുന്നത്? ഇത് ആര് പൂത്തി വെച്ചു എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പുള്ളിയാണ് പറഞ്ഞു ഇത് മറ്റ് മുനിസിപ്പാലിറ്റികളിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലടക്കം ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി നിലവിൽ UDF ഭരിക്കുന്ന ഇവിടെ ഇതുപോലൊരു ആക്ഷേപം ഉണ്ടായിട്ടില്ല, മറ്റ് പഞ്ചായത്തുകളിലുണ്ടായില്ല. ഞങ്ങൾ സംശയിക്കുന്നത് ഈ സാധനങ്ങൾ UDFന്റെ കളക്ഷൻ സെന്ററിൽ വന്ന് എക്സ്പയറി ആയ സാധനങ്ങൾ അവിടുന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ജനങ്ങൾ. അതിന് ഇയാളുടെ അഭിപ്രായം എന്താന്ന് പറയുന്നത്? UDFന്റെ കളക്ഷൻ സെന്ററിൽ വന്ന സാധനങ്ങൾ, പഞ്ചായത്തിൽ വന്നിരിക്കുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. UDFകാര് മറ്റ് കളക്ഷൻ സെന്ററിൽ വന്ന സാധനം ഇവിടേക്ക് വരികയും അത് ഡേറ്റ് എക്സ്പയർ ചെയ്ത സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് റവന്യൂ വകുപ്പ് കൊടുത്ത സാധനങ്ങൾ അവർ പൂഴ്ത്തി മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗുരുതര ആക്ഷേപമുണ്ട്. ഞങ്ങള് ഈ മേപ്പാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ UDF എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഈ ദുരന്ത ബാധിത പ്രദേശത്ത് എങ്ങനെയാണ് ഇടപെട്ടതെന്നും ഞങ്ങൾ കളക്ഷൻ സെന്റർ നടത്തിയത് എപ്പോഴാണ് എന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാം. 1 മാസമാണ് ഞങ്ങൾ കൃത്യമായി ആ കളക്ഷൻ സെന്റർ തുറന്നു വെച്ചത്. 10 കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഈ ഇറന്നു തിന്നവനെ തുറന്നു തിന്നുന്ന ശീലമുള്ള ആൾക്കാരല്ല ഞങ്ങൾ. ആ ഓർമ്മ ഉണ്ടായാൽ മതി. ഹലോ സാറേ, എനിക്ക് പറയാനുള്ളത് വയനാട്ടില് നമ്മളെ തിരുനെല്ലിയിലും സാർ വിട്ടോ, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വയനാട്ടിലും തിരുനെല്ലിയ വിഷയം പറഞ്ഞോ, എന്താ വിഷയം? സാറേ ഒരു മിനിറ്റ്, നിങ്ങൾ ഇപ്പോൾ ഭക്ഷ്യധാന്യത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം 42 പേര്
ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. നിങ്ങൾ ഈ ഭക്ഷ്യത്തിന് മാത്രം പറയല്ലേ, കാരണം ഞാനൊരു അച്ഛനാണ്, എൻ്റെ 2 മക്കളും ആ 42 പെട്ട പേരാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയാതെ നിങ്ങൾ എവിടെയായിരുന്നു താമസം? ഏതാ വാർഡ് ഏതാ? ചൂരൽമല 12ാം വാർഡിലാണ് താമസിക്കുന്നത്. വെറുതെ ഒരു കഥകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തമ്മിലുള്ള വർത്താനല്ല. ഞങ്ങൾക്ക് ഭക്ഷ്യധാനം വിറ്റല്ല വേണ്ടത്, ഒരു രക്ഷിതാവെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പോൾ ഞാൻ പുൽപ്പാറ. പുൽപ്പാറ. നിങ്ങൾക്ക് ഈ കിറ്റ് കിട്ടിയോ? ഗിറ്റ് കിട്ടിയിട്ടില്ല. കിറ്റ് കിട്ടിയില്ലേ? ആണോ? നിങ്ങൾ ശരിക്കും മേപ്പാടി പഞ്ചായത്തിലുള്ള ആൾ തന്നെയാണോ? അതെ അതെ. 12 പേര്? സുബൈർ. സുബൈർ. ഇങ്ങനെ ആളെ അറിയാമോ നിങ്ങൾക്ക്? എനിക്കറിയാം. അറിയാം. അദ്ദേഹം അവിടെ തന്നെയാണോ? അതെ, അതെ. മേപ്പാടി തന്നെ. അതെ, അറിയാം. 2 കുട്ടികൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഇതിനകത്താണോ? അതെ, 2 കുട്ടികളെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം അല്ലാതെ നിങ്ങളുടെ സ്വന്തം? എൻ്റെ സ്വന്തം 2 മക്കളാ. 14 വയസ്സായ മോനും 9 വയസ്സായ മോനും. ഇല്ല ഇത് നിങ്ങൾ ഭക്ഷ്യക്കിറ്റിനെ കുറിച്ച് മാത്രം പറയല്ലേ? 2 പേരും 3 പേരായാലും ശരി, 3 പാർട്ടിയും ഭക്ഷ്യക്കിറ്റിനെ പറ്റി പറയല്ലേ? ഒരു രക്ഷിതാവെന്നില്ലല്ലോ ഞാൻ പറയാ. നിങ്ങളൊക്കെ എന്ത് ചെയ്തു തെരഞ്ഞോ? ഇല്ല. 10 ദിവസം ഇന്ന് 106 ദിവസമായി. നിങ്ങൾ ചെയ്തോ? എത്ര വയസ്സുള്ള കുട്ടികളായിരുന്നു? മോന് 14 വയസ്സ്, ചെറിയ മോന് 9 വയസ്സ്. നിങ്ങൾ തെരഞ്ഞോ? പിന്നെ ഈ ഭക്ഷ്യക്കിറ്റിന് വേണ്ടി മാത്രം ചർച്ച ചെയ്യല്ലേ? അവരെ തെരയാൻ വേണ്ടി ചർച്ച ചെയ്യേ. അതാണ് വേണ്ടത്. അല്ല രാഷ്ട്രീയമല്ലത്. ഈ നിങ്ങളെ മക്കളാണോ കിടക്കുന്നത്? മണ്ണിൻ്റെ അടി കിടക്കാൻ നിങ്ങൾ പറയോ? സംസാരിക്കോ ഈ ഭക്ഷ്യക്കിറ്റിന് വേണ്ടിയിട്ട്? ഇത് സംസാരിക്കാതെ വേദനയുണ്ട്. എത്ര മക്കളായിരുന്നു നിങ്ങൾക്ക്? 2 മക്കൾ. ആകെ 2 പേരെ ഉണ്ടായിരുന്നല്ലോ. 2 മക്കളെ മണ്ണിൻ്റെ അടി കിടക്കുന്നത്. ചോദിച്ചു നോക്ക്. 2 മക്കൾ മണ്ണിൻ്റെ അടി കിടന്നിട്ട് 42 മണ്ണിൻ്റെ അടി കിടന്നിട്ട് തിരയാൻ പറ്റാത്ത പാർട്ടിക്കാരാണ് നിങ്ങൾ ഇലക്ഷൻ കൊണ്ടുവരുന്നത്, അല്ലെ ഭക്ഷ്യക്കിറ്റ് കൊണ്ടുവരുന്നത്? അവിടെ NDRFനെ ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. അവർ ഒരു പണി എടുക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത്. ശരി സാറേ, അരുൺ സാറേ, ഞാൻ 4 റിപ്പോർട്ടിൽ 5 റിപ്പോർട്ടിലും വന്നിട്ടുണ്ട്. ഈ വന്നപ്പോൾ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവർ തിരഞ്ഞിട്ടില്ല. പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്തു തരാം, അത് ചെയ്തു തരാം. ഒന്നും ചെയ്തിട്ടില്ല മക്കളെ. നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ? ഇന്ന് 100 ദിവസമായി ഉറങ്ങിയിട്ട്. ഞാൻ ഒരു രക്ഷിതാവാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ഭക്ഷ്യക്കിറ്റിന് മാറ്റി പറയുന്നത്. നിങ്ങൾ എല്ലാവരും കേൾക്ക്. നിങ്ങളെ മക്കൾ മണ്ണിൻ്റെ അടി കിടക്കാൻ നിങ്ങൾ കേൾക്കോ? ഭക്ഷ്യക്കിറ്റ് നമുക്ക് ഉണ്ടാക്കാം, പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. പുഴ അരിച്ച ഭക്ഷ്യക്കിറ്റല്ല വിഷയം. തിരിച്ചെടുക്കുന്ന മണ്ണിൽ കുട്ടികളെടുക്കേ. എന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയും. ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ? ഞാൻ പറയും സംസാരിക്കും നന്നായിട്ട്. അരുൺ സാർ, യഥാർത്ഥത്തിൽ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. 42 പേരിൽ 2 കുട്ടികളുടെ അച്ഛനാണ് നമ്മളോട് സംസാരിച്ചത്. നോക്കൂ, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം മാതൃകാപരമായി നടത്തിയെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഇപ്പോഴും ആ 42 പേരെ തിരയാൻ എന്തേ വൈഷമ്യം എന്നൊരു ചോദ്യമുണ്ട്. സാങ്കേതിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ പറയാം. ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നമ്മൾ പല ദിവസങ്ങളിൽ നടത്തിയ ചരിത്രമുണ്ട് ഷിരൂരിൽ. ഒടുവിൽ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഈ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാതെ ഇപ്പോഴും അവരെവിടെയാണെന്ന് ആലോചിച്ച് നിൽക്കുന്ന, ഉറങ്ങാൻ പോലും കഴിയാതിരിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള നിരവധി രക്ഷിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ മുന്നിലെങ്കിലും സർക്കാർ ഇനിയെങ്കിലും ആ ഉദാസീനത വിട്ടുപോരണം. ആ തെരച്ചിൽ അവസാനിപ്പിച്ചത് തുടരണമെന്നുള്ള അഭിപ്രായം ഇവിടെ വരുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്. അത് 42 കുടുംബത്തിൻ്റെ മാത്രമല്ല, വയനാട്ടിലെ സഹോദരി സഹോദരന്മാരുടെ മുഴുവൻ ആവശ്യമാണ് എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. നമ്മൾ കൽപ്പറ്റയിലാണ്. എൻ്റെ ചോര തിളയ്ക്കുന്നുമായി വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കൊപ്പം വരാനുള്ള കാരണം, മാതൃകാ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ കുട്ടിഘോഷിച്ചെങ്കിലും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതർക്ക് ഇനിയും ആശ്വാസ തീരത്തേക്ക് നടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. സുബൈറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സുബൈറിന്റെ 2 കുട്ടികളെ നഷ്ടപ്പെട്ടു. ഇനിയും എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സുബൈറിന്റെ ഭാര്യ മുബീര ഇപ്പോഴും ചികിത്സയിലാണ്. ചെലവാര വഹിക്കുന്നത്? ഞങ്ങൾ തന്നെ വഹിക്കുന്നത് സാറേ. കാരണം 50,000 രൂപ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്താ പറ്റിയത് ഇപ്പോൾ മുബീരയ്ക്ക്? ഇപ്പോൾ വലത്തെ കൈയിൻ്റെ ഞരമ്പെല്ലാം തകർന്നിട്ടുണ്ട്. ഇതും ഡെയിലി ഡയാലിസിസ് ഇത് ചെയ്യേണ്ടി വരും, ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. ഡെയിലി 1000 രൂപ വരുമാനം വേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സർക്കാരിൻ്റെ ദുരിതാശ്വാസം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമൊക്കെ ആർക്കു വേണ്ടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് സുബൈറിൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതല്ലേ എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊരു സുബൈറിൻ്റെ മാത്രം കഥയല്ല. ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തബാധിതരായ മനുഷ്യർക്ക് വേണ്ട വിധത്തിൽ സഹായം എത്തിക്കുന്നതിന് ഇവരെ പുനരധിവസിപ്പിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പഞ്ചായത്തുകളും ഒരുപോലെ പരാജയപ്പെടുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എവിടെ താമസിക്കുന്നത്? ഞാനിപ്പോൾ താമസിക്കുന്നത് വടുവഞ്ചാല്. ഞാൻ ചൂരമല. നിങ്ങൾക്ക് അമ്പലവയൽ പഞ്ചായത്തിൽ നിന്ന് എല്ലാ കിറ്റുകളും കൃത്യമായി കിട്ടി? അമ്പലവയൽ പഞ്ചായത്തിൽ നിന്ന് ആദ്യത്തെ കിറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പഞ്ചായത്തിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് നേരിട്ട് അവർ വരാൻ പറഞ്ഞ് നമ്മൾ വണ്ടി വിളിച്ചു പോയി അവിടുന്ന് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കിറ്റ് എന്ന് പറഞ്ഞാൽ അവർ വെറും 50 അരി മാത്രമാണ് നമുക്ക് തന്നത്. വേറെ പരിപ്പ് പയർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറും അരി മാത്രം തന്നിട്ട് അവർ നമ്മളെ വിട്ടു. എങ്ങനെയാണ് നിങ്ങൾ ജീവിതം പോകുന്നത്? ഇപ്പോൾ ജീവിതം ഭക്ഷ്യക്കിറ്റ് നമുക്ക് മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് അറിയാത്ത എവിടത്തേക്ക് വന്ന ആൾക്കാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണ കാര്യങ്ങളൊന്നും ഒരു വിഷമമില്ല. പക്ഷെ നമ്മളെ പുനരധിവാസമാണ് നമുക്കിപ്പോൾ
പെട്ടെന്ന് ചെയ്യേണ്ടത്. പുനരധിവാസം എന്താവണം എന്നൊരു ആശങ്കയിലാണ് നിങ്ങൾ. ഇപ്പോൾ 3 മാസമായിട്ട് ഒരു കാര്യം തീരുമാനമായിട്ടില്ലല്ലോ, ഇന്ന് വരെയായിട്ടും നമുക്ക് എന്താ പോലും അറിയില്ല. ഡെയിലി ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ചർച്ച വരിക എന്നല്ലാതെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട്. എന്നീ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊരു ആശങ്കയിലാണ് നിങ്ങൾ. ഞാനൊക്കെ ഇപ്പോൾ 4 വർഷം മുമ്പാണ് നല്ലൊരു വീട് കെട്ടിയതാണ്, അതാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു വീട് പോലും ഇല്ല, വാടക വീട്ടിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് ഇറങ്ങേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. നിങ്ങളോട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇടയ്ക്ക് വന്ന് കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടോ? ജനപ്രതിനിധികളൊന്നും അങ്ങനെ സംസാരിക്കാറില്ല സാറേ. ഉദ്യോഗസ്ഥരെ ഇടയ്ക്ക് വിളിക്കലുണ്ട്, ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്താ ചോദിക്കുക? ഇടയ്ക്ക് എവിടെയാണ് താമസിക്കുന്നത്, ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുക എന്നല്ലാതെ. ഇപ്പോൾ അമ്പലവയൽ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് അവർ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് എന്തൊക്കെയാണ് കടങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായി. ഈ സുബൈർ, ഇങ്ങനെ പോയാൽ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് ഭാര്യയുടെ ചികിത്സാ ചെലവ് നിങ്ങൾ എങ്ങനെ വീട്ടും? സാറേ 100 ദിവസമായി ഇന്നേക്ക് ഈ പരിപാടി ഇത് നടന്നിട്ട്. ഇപ്പോൾ എനിക്ക് ജോലിയില്ല. ശരിക്കും ഞാനൊരു ടെക്സ്റ്റൈൽസ് വർക്ക് ജോലി ചെയ്യുന്ന ആളാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒരു അറിവുമില്ല. കാരണം ഞാൻ ഈ 50,000 രൂപ കൊണ്ട് ഇന്ന് 100 ദിവസം കൊണ്ട് 50,000 രൂപ എങ്ങനെ മുന്നോട്ട് പോകും സാറേ? കാരണം എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ. പക്ഷേ ഇതിൽ ചികിത്സയിൽ കഴിയുന്നവർക്കെല്ലാം ചികിത്സാ സഹായം സർക്കാർ പ്രഖ്യാപിച്ചതാണല്ലോ. സർക്കാർ പ്രഖ്യാപിച്ചത് 50,000 രൂപയാണ് ചികിത്സാ ഫണ്ട് ചെയ്തത്. ഈ 50,000 രൂപ 100 ദിവസം കൊണ്ട് എങ്ങനെ കിട്ടും സാറേ? ഡെയിലി 1000 രൂപ ചിലവാണ്. വീട്ടിൽ നിന്ന് അവളെ വണ്ടി വിളിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1000 രൂപ ചിലവുണ്ട് സാറേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ്? മാത്രമല്ല 2 മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരു ഭാഗത്ത്. 2 മക്കൾ എന്നല്ല, എൻ്റെ 47 പേര് എൻ്റെ കുടുംബം എന്നല്ല, ഞാൻ ആ നാട്ടിൽ ജീവിച്ച ആളാണ്. അല്ലാതെ എൻ്റെ 2 മക്കളും മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്. ഈ 47 പേരും മണ്ണിനടിയിൽ കിടക്കുമ്പോൾ കുറേ ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യങ്ങളും കഥകളും പറഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതിൽ ഒരിക്കലും കാര്യമില്ല സാറേ. ഒരു രക്ഷിതാവെന്നല്ല ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്? ഒന്ന് തെരച്ചിൽ പുനരാരംഭിക്കണം. തിരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിലും നമ്മൾ ആ DNA ടെസ്റ്റ്, കാരണം എത്ര പേര് 127 പേര് DNA ടെസ്റ്റ് കിട്ടാണ്ട്. ഇതെന്തുകൊണ്ട് അവർ പറയുന്നില്ല? ആ DNA ടെസ്റ്റ് ഇവർക്ക് എന്തുകൊണ്ട് വൈകുന്നത്? ചികിത്സാ സഹായം കിട്ടണം. ചികിത്സാ സഹായം കിട്ടണം. പിന്നെ ഞങ്ങൾ പുനരധിവാസം വേഗത്തിലാക്കണം. പുനരധിവാസം വേണം. ഒരുപാട് പേര് തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ട് സാറേ. കാരണം അവർ തോട്ടം മേഖലയിലുള്ള ആൾക്കാരാണ്. കാരണം അവർക്കുള്ള ജോലി പറഞ്ഞാൽ എന്നെ കൽപ്പറ്റയ്ക്ക് കൊണ്ടുപോയി നിർത്തി. എൻ്റെ ഉമ്മക്ക് തൈല എന്നുള്ളൊരു പരിപാടി. കൽപ്പറ്റ എവിടെയെങ്കിലും തൈല ഉണ്ടോ? ഇല്ല. എസ്റ്റേറ്റ് എടുത്തത് അതെന്താ? കേസിലല്ലേ സാറേ? അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് അവരെ മാറ്റി പാർവസിപ്പിക്കുമ്പോൾ, പുനരധിവാസം നടത്തുമ്പോൾ അവരുടെ തൊഴിൽ കൂടി ഉറപ്പാക്കേണ്ടതല്ലേ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു മേപ്പാടിയിലെ കുറച്ച് ആൾക്കാർ കൂടി ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതിലൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന് കേൾക്കുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ വീഴ്ചയല്ല, അത് എല്ലാവർക്കും കൊടുത്തെന്ന് പറയുന്നു. പക്ഷേ പലർക്കും കിട്ടാനുണ്ട്. ആ കിട്ടാത്തത് ആളുകളെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം. എന്താ അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള അഭിപ്രായം? ഭക്ഷ്യക്കിറ്റ് മാത്രമല്ല, എല്ലാ രീതിയിലും സർക്കാർ വളരെ പിന്നോട്ടാണ്. ഈ ദുരന്തം നടന്നതിന് ശേഷം മുഴുവൻ കാര്യങ്ങളും വളരെ പിന്നോട്ടാണ്. നമുക്കറിയാം, ദുരന്തം നടന്ന സമയത്ത് തന്നെ വൈറ്റ് ഗാർഡ് ഭക്ഷണം കൊടുത്ത സമയത്ത് തന്നെ അത് മുടക്കിക്കൊണ്ട് രണ്ടാമത് ഭക്ഷണം കൊടുത്തത് വളരെ മോശമായിട്ടും അതുപോലെ തന്നെ വൈകിട്ടുമൊക്കെയാണ്. സാധാരണക്കാർക്ക് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ റിപ്പോർട്ട് നൽകിയത് ഒരു ബോഡിക്ക് 75,000 രൂപ വെച്ചിട്ടാണ്. എസ്റ്റിമേറ്റാണ്, മെമ്മോറാണ്ടമാണ്. പക്ഷേ ആ പൈസ കേന്ദ്ര ഇതുവരെയും തന്നിട്ടില്ല. പക്ഷേ അങ്ങനത്തെ പിന്നെ കള്ളക്കണക്ക് കൊടുക്കണ്ടല്ലോ. കൃത്യമായ കണക്ക് കൊടുത്ത് സർക്കാരിനോട് വേങ്ങിച്ചെടുക്കാനുള്ള കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോട്ടെ. അതാണല്ലോ ഒരു കഴിവ്. ഭക്ഷ്യക്കിറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് എനിക്ക് അരുൺജിയോട് പറയാനുള്ളത്, ഈ സുബൈർ എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ 42ഓളം മൃതദേഹം മണ്ണിനടിയിലാണ്. ഒരു കാരണവുമില്ലാതെയാണ് ഗവൺമെൻറ് അത് നിർത്തൽ ഏർപ്പാടാക്കിയിട്ട് വിട്ടുകളഞ്ഞിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ പോയ ആളുകൾക്ക്, ഇതുവരെ നഷ്ടപ്പെട്ട ആളുകൾ 152ഓളം ആളുകൾ പറഞ്ഞു, അവർക്ക് DNA ടെസ്റ്റിൻ്റെ ഒരു രേഖ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തികം കിട്ടണമെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ കിട്ടുന്ന DNA ടെസ്റ്റ് ഈ നഷ്ടപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എങ്കിൽ അതിനുള്ള ടെസ്റ്റിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പുത്തുമലയിൽ 16-18 പേര് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഇന്നും 2 പേർക്ക് ആ ബോഡി മണ്ണിനടിയില്ല. ആ കുടുംബത്തിന് പോലും ഇന്ന് വരെ അവർ DNA ടെസ്റ്റ് കൊടുത്തിട്ടില്ല. അവർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാർഡിൽ 300 രൂപ വെച്ചിട്ട് മാസം 9,000 രൂപ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. ആ ചുരൽമക്കാരെവിടെ ഉണ്ട്? അവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു മാസമാണ് അവർക്ക് 9,000 രൂപ കിട്ടിയത്. രണ്ടാമത്തേത് ഇതൊരു പ്രഖ്യാപിച്ചു എന്നല്ലാതെ 2 മാസം കഴിഞ്ഞു അവർക്ക് കിട്ടി
കിട്ടിയിട്ടില്ല, അവർക്ക് തൊഴിലില്ല, അവരുടെ വീട് പട്ടിണിയാണ്. കഴിഞ്ഞ മാസം ഇവരെയും കൊണ്ട് ഞങ്ങൾ കളക്ടറേറ്റിന് മുമ്പിൽ ഇരുന്നതാ. ADM-ന്റെ അടുത്ത് പോയി ലെറ്റർ കൊടുത്തു. ഇവർക്ക് റേഷൻ വാങ്ങാൻ പോലും അവിടെ നിന്നൊരു അറിയിപ്പില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ പട്ടിണിയായിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യം, എന്തുകൊണ്ട് ഇത്രയും വലിയ കിറ്റുകൾ വന്നിട്ട് ഗവൺമെൻറ് പരിശോധന നടത്തിയിട്ട് കൊടുത്തു തീർക്കേണ്ട കുടുംബത്തിൽ എത്തിക്കാതെ അവരെ ഫോൺ ചെയ്തിട്ട് ഒരു പണിയും തൊഴിലും ഇല്ലാത്ത ഈ പാവപ്പെട്ട ചൂരൽമല നിവാസികളെ ഫോൺ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുത്തുന്നത്. ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫോൺ ചെയ്താൽ തീരാവുന്ന പണി മാത്രമാണ് ഉള്ളതെന്നാണ് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഇതിൻ്റെ കൂടെ തന്നെ അത്രയും കാശ് മുടക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഭക്ഷ്യക്കിറ്റ് വാങ്ങാൻ പോകുന്നതിലും നല്ല സൂപ്പർ സാധനം അവർക്ക് കടകളിൽ പോയിട്ട് വാങ്ങിക്കാം. ഒന്നത്. രണ്ടാമത്തത്, ഈ ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാമെന്ന ഉദ്യോഗസ്ഥന്മാർ താമസിച്ചത് ഒരു ദിവസം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ, 4000 രൂപയ്ക്കാണ്. ഒരു ദിവസം 4000 രൂപ വെച്ചിട്ട് എത്ര മാസം താമസിച്ചോ അതിൻ്റെ കണക്ക് നിങ്ങൾ എടുക്ക്. ഉളുപ്പുണ്ടോ ഇവർക്ക്? ഗവൺമെൻറ്റിന് ഉളുപ്പുണ്ടോ? ഈ പാവപ്പെട്ടവരുടെ ഈ പണം ഇങ്ങനെ കളയാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും. അവർ താമസിക്കുന്ന, ഇപ്പോൾ സാറ് പറഞ്ഞില്ല 6000 രൂപയ്ക്കാണ് അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഒന്ന് പോയി നോക്ക്. ഗവൺമെൻറ് അറേഞ്ച് ചെയ്ത് കൊടുത്തതല്ല. പല വിധത്തിലുള്ള പാവപ്പെട്ട, ഒരു നേരം അവർക്ക് രാപ്പകലില്ലാതെ ഒന്ന് രാത്രി ഒന്ന് തലചായ്ക്കാനുള്ള ഇടം മാത്രമേ ഉള്ളൂ. എലികളും പന്നികളും പാമ്പും എല്ലാം ഇവർ പറയട്ടെ. അപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് പുനരധിവാസം നിർബന്ധമായിട്ടും സർക്കാർ. ടീച്ചറെ, എന്താ മൊത്തത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ആദ്യത്തെ കാട്ടിക്കൂട്ടലുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങേയറ്റം ഒരു ജാഗ്രത കുറവും അനാസ്ഥയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ടോ? ആദ്യം നമ്മൾ ദുരന്തം സംഭവിച്ച അവിടം തൊട്ടിട്ട് നമ്മൾ ഓരോ ക്വാർട്ടേഴ്സിലാക്കിയവരെ എല്ലാവരും തൃപ്തിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും അവരെ അവിടെ അന്വേഷിച്ച് അവിടെ എത്തി അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഫർണിച്ചറായാലും അവരെ എന്താവശ്യങ്ങളായാലും എല്ലാം നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുനിസിപ്പാലിറ്റിയിലാണ് ഉള്ളത്. എനിക്ക് മുനിസിപ്പാലിറ്റീൻ്റെയാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഈ ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യം ഞാൻ വാട്സപ്പ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അറിഞ്ഞിട്ടാണ് രണ്ടാമത് പോയിട്ട് ഞാൻ അവിടുന്ന് ഭക്ഷ്യക്കിറ്റ് വാങ്ങുന്നത്, അതല്ലാതെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് അങ്ങോട്ട് ഭക്ഷ്യക്കിറ്റ് വന്ന വിവരം അങ്ങോട്ട് വിളിച്ചറിയിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇവർ മാത്രമല്ല, സംശയമില്ല, പല സ്ഥലങ്ങളിലായിട്ട് ചിതറിപ്പോയ മനുഷ്യരാണ്. അവർക്ക് ഭക്ഷ്യക്കിറ്റും ഇത്തരം സാധനങ്ങളും അവരുടെ വീടുകളിൽ എത്തിക്കേണ്ടതായിരുന്നില്ലേ? അതെ, ഇവിടെ മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് ഓരോ വീടുകളും അന്വേഷിച്ച് അവരുടെ അടുത്ത് എത്തിച്ചിട്ടുമുണ്ട്. അവിടെയുള്ള കൗൺസിലർമാർ നമ്മളെ അറിയിച്ചിട്ട് രണ്ടാമത്തെ കിറ്റ് വാങ്ങാൻ നമ്മൾ, അതായത് കിറ്റ് വാങ്ങാൻ നമ്മൾ പോവുക ചെയ്തത്. അതായത് കൃത്യമായി നമ്മളെ ക്വാർട്ടേഴ്സിലേക്ക് അവിടെയാണ് ഇപ്പോൾ ഈ മേപ്പാടി പഞ്ചായത്തിൽ സംഭവിച്ച വീഴ്ചയെ പറയപ്പെടുന്നത്. ഈ പറയുന്ന ദുരിതബാധിതരെ വിളിക്കുന്നു, നിങ്ങൾ വന്ന് കിറ്റ് വാങ്ങാൻ പറയുന്നു. പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന മനുഷ്യരാണ്. എൻ്റെ അഭിപ്രായത്തിൽ കുറേ പേര് ഇതൊന്നും അറിയുന്നില്ല. ഇവർ പറയുന്നുണ്ട്, എന്താണ് പഞ്ചായത്തിൽ നിന്ന് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും നമ്മൾ ടൗണിൽ നിന്ന് കാണുമ്പോഴാണ് ഇന്ന് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആൾ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ അടുത്ത് ഒരു പ്രത്യേക കണക്ക് വേണം. ആ കണക്ക് പ്രകാരം എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ വന്നാൽ ഒരിക്കലും അവിടെ ബാലൻസ് വരില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോൾ സുബൈറിൻ്റെ കാര്യം പറഞ്ഞു. ആ കുടുംബത്തിന് ചികിത്സാ ചെലവ് ആവശ്യമുണ്ട്. ആ കുടുംബം 2 പേരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു അച്ഛനാണ്. ഈ 42 പേര് സമാനമായ ജീവിതാവസ്ഥയിൽ കഴിയുന്നുണ്ട്. തെരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല. അത് ഏകദേശം അവസാനിപ്പിച്ച മട്ട. ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല. ആ ഭാഗത്താണ് റവന്യൂ അധികാരികളിൽ ചിലരെങ്കിലും വന്ന് വളരെ ലക്ഷറീസായ ഹോട്ടലിൽ താമസിച്ച് 2000, 3000, 4000 രൂപ ദിവസ വാടകയുള്ള ഹോട്ടലുകളിൽ താമസിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ് ആയാലും സന്നദ്ധ സംഘടനകളായാലും തെരച്ചിലിന് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. അവരൊരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ മക്കളെ കിട്ടാത്തൊരു വേദന ഒന്നുണ്ട്. നമുക്ക് തിരഞ്ഞാൽ കിട്ടുമോയെന്ന് ഒരു ഉറപ്പുമില്ല. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ ടെസ്റ്റ് വേഗത്തിലാക്കണം. അതാണ് അവർക്ക് പ്രശ്നം പറഞ്ഞാൽ DNA ടെസ്റ്റിൻ്റെ ഒരു റിസൾട്ട് കിട്ടണം. അതായത് അതിൻ്റെ ഒരു വേദന അവർക്ക് എന്തായാലും ഉണ്ടാവും. അതാണ് ആ ഒരു അച്ഛൻ എന്ന നിലയിൽ മൊത്തത്തിലൊരു അലസത ഈ രക്ഷാപ്രവർത്തനത്തിന് 2ാം ഘട്ടം എത്തുമ്പോഴേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ വാസ്തവം? അതായത് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ വന്ന് നമ്മളെ ശ്രദ്ധക്കുറവ് വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. അതായത് ഇവർക്ക് ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാൾക്കും അന്വേഷിച്ച് പോകാൻ പറ്റൂല. അതായത് ഒരു കാര്യം അന്വേഷിച്ച് പോകാൻ പറ്റില്ല. ശരിക്കും മാധ്യമങ്ങളോ അല്ലെങ്കിൽ മീഡിയാസ് ഒന്നും കാണാത്ത ആൾക്കാരാ അവരെ സങ്കടത്തിലാണ്. എന്താണ് അവസ്ഥ? ഒന്നാണ് മൊത്തത്തിലൊരു അലസതയുണ്ടോ? മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരും അതുപോലെ തന്നെ മറ്റു സന്നദ്ധ സംഘടനകളും ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ രണ്ടാം ഘട്ട തെരച്ചിൽ എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പ് അതിൻ്റെതായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. DNA ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ റിസൾട്ട് വൈകിയിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു വ്യക്തത. എൻ്റെ ഒരു ചോദ്യം, സാധാരണക്കാരായ മനുഷ്യർ ഇതേപോലെ പട്ടിണി കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ, വലിയ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിൻ്റെ മറവിൽ വലിയ ഹോട്ടലുകളിലൊക്കെ താമസിച്ചു പോകുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? ഉദ്യോഗസ്ഥരുടെ താമസം എന്ന് പറയുന്നത് ബ്യൂറോക്രസി എന്നും സർക്കാരിന് ഒരു തലവേദന തന്നെയാണ്. അവരേത് തലത്തിൽ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സർക്കാർ അതിൻ്റെ മാത്രമല്ല, പഞ്ചായത്ത് സെക്രട്ടറി ഫോൺ വിളിച്ച് തീർന്നാൽ മാത്രം തീരൂ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം? ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ആളാണ്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ അടക്കമുള്ളവരിലും ഫോൺ വിളിച്ചിട്ട് ചെയ്യല. അവരെ കൃത്യമായിട്ട് അതാത് കൗൺസിലർമാരും അവരെ പോയി കണ്ട് ആ കിറ്റുകൾ എത്തിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഹാരിസ് പ്രധാനപ്പെട്ട വിഷയം. നോക്കൂ, പല ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ആവട്ടെ, മറ്റുള്ള പഞ്ചായത്തുകളാവട്ടെ, എനിക്ക് ഷിഹാബിനോടുള്ള ചോദ്യം ഞാൻ ഷിഹാബിനോട് ചോദിക്കും, ഹാരിസിനോടുള്ള ചോദ്യം ഞാൻ ഹാരിസിനോട് ചോദിക്കാം. എനിക്ക് ഷിഹാബിനോടുള്ള ചോദ്യം ഇതാണ്: മറ്റെല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും അതാത് ഗുണഭോക്താക്കൾക്ക് കാര്യം തിരഞ്ഞു പിടിച്ച് അവിടെ എത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മേപ്പാടി പഞ്ചായത്തിൽ മാത്രം ഈ പരാതി വന്നത്? മേപ്പാടി ഗ്രാമപഞ്ചായത്തിനകത്ത് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, ഇവിടെ മുണ്ടക്കൈ പ്രദേശത്തുള്ള ആളുകളുണ്ട്. അപ്പുറത്ത് നിന്ന് രാഷ്ട്രീയമായി പറയുന്നത് മാത്രമല്ല മുണ്ടക്കയിലും ചൂരൽമലയിലും വിഷയമെന്ന് പറയുന്നത്. മുണ്ടക്കയിലെ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്, നിങ്ങൾ അന്വേഷിക്കുക. ഇവർക്ക് ആർക്കെങ്കിലും കിറ്റ് കിട്ടാത്തവരുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും ആദ്യഘട്ടത്തിൽ കിറ്റ് കിട്ടാത്തവരുണ്ടോ? എല്ലാവരെയും അറിയിച്ച് എത്തിക്കാൻ ഒരു ദുരന്തം നടന്ന പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടായി? ഇനിയിപ്പോ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഭക്ഷ്യവിതരണ കിറ്റ് വിതരണം ചെയ്യുന്നതിന് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്? സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല, മാനവ വിഭവശേഷി എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത്? ഈ പറഞ്ഞ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് കൊണ്ടു കൊടുത്തു. മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്നതാണല്ലോ, ഞങ്ങൾ അലസത കാണിച്ചിട്ടില്ല. മേപ്പാടിയിൽ ആ തുടക്ക സമയത്ത് നേരിട്ട് ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ ആ ഭരണസമിതിക്കോ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ സാധിക്കാത്തതിന് കാരണം അതുകൊണ്ടാണ് അല്ല ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എത്തിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും ആദ്യഘട്ടത്തിൽ കിറ്റ് വിതരണം ചെയ്യാനും സാധിച്ചിട്ടില്ല എന്നിവർ തന്നെ സമ്മതിക്കുന്നു. കിറ്റ് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങളുടെ കത്തിലുണ്ട്. നിങ്ങളുടെ കത്തിലുണ്ട്. നിങ്ങളുടെ കത്തിലുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ കത്താണ്. അല്ലല്ല, നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്താ. രണ്ടാം ഘട്ടത്തിൽ കൊടുത്ത 340 കിറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ കത്ത് എന്ന് പറയുന്നത്. അല്ല, ഇത് ആദ്യ ഘട്ടമല്ലേ? അല്ല, അതിനു മുമ്പ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനം വന്ന 340 കിറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന 10-ാം തീയതിക്കും 9-ാം തീയതിക്കും മുമ്പ് 2 മാസങ്ങൾക്ക് മുമ്പ് അവിടെ കിറ്റ്. ഇത് 9-ാം തീയതിയിലത്തെ കിറ്റാണ്. അല്ല, അതിനു മുമ്പ് അവിടെ കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. ഞാനൊരൊറ്റ കാര്യം പറയാം. ഈ ദുരന്തമുണ്ടായത് മുതൽ ഇപ്പൊ മുണ്ടക്കൈക്കാരൊക്കെ അവിടെ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ദുരന്തമുണ്ടായത് മുതൽ ദുരന്തം ഉണ്ടാകുന്നതിന്റെ മുൻപ് മുതൽ ഈ പഞ്ചായത്തിന്റെ അനാസ്ഥ വ്യക്തമാണ്. ദുരന്തത്തിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നത് തലേ ദിവസം ജില്ലാ അതോറിറ്റി കളക്ടറേറ്റിൽ നിന്ന് ഈ മേപ്പാടി പഞ്ചായത്തിലേക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് പുത്തുമല ഉണ്ടായുള്ള സംഭവങ്ങളൊക്കെ അവിടെ പറഞ്ഞല്ലോ. അതുമുതലുള്ള അനാസ്ഥ വ്യക്തമാണ് ആ ഘട്ടത്തിൽ. രണ്ടാമത് ഇതിന്റെ പുനരധിവാസം. ഇപ്പോൾ ഇവിടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി പറഞ്ഞല്ലോ, ഇവിടെയുള്ള കൗൺസിലർമാരെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ കൽപ്പറ്റ കൗൺസിലർ ശിവരാമനോട് ചോദിക്കൂ, അല്ല ഇവിടെയുള്ള ഷിബുവിനോട് ചോദിക്കൂ, അല്ലെങ്കിൽ നിജിതനോട് ചോദിക്കൂ, ഇവരോടൊക്കെ ചോദിക്കൂ. ഈ ചൂരൽമലയിലുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്തു പറയും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ വീടുകളിൽ സന്ദർശനത്തിന് പോയപ്പോൾ ഈ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാർ അവർ കൃത്യമായ വിവരം കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്താതെ പെൻഷൻ നഷ്ടപ്പെട്ട ഈ ദുരന്തബാധിതരുണ്ട്. വാർഡ് മെമ്പർമാർ എന്ന് പറയുന്നവർ അവരുടെ പ്രാദേശികമായിട്ട് ഞങ്ങളെ വോട്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേട്ടുന്നതാ. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഓരോ ദിവസവും പരിശോധിച്ച് അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് കിറ്റ് കിട്ടുന്നുണ്ടോ, അവർ പട്ടിണി കിടക്കുന്നുണ്ടോ, അവർക്ക് ചികിത്സയുടെ പ്രശ്നമുണ്ടോ, അതാത് പ്രദേശങ്ങളിൽ താമസിക്കുന്നിടത്തുള്ള ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ആകെ ജനപ്രതിനിധികളായിരുന്ന ആളുകൾ അവരുണ്ടല്ലോ.
അവരന്വേഷിക്കണമല്ലോ. അവരുടെ പണി വേറെന്താ? അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണല്ലോ. അവർ ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഏത് രീതിയിൽ ജീവിക്കുന്നു, എങ്ങനെയാണ് അവർക്ക് ഈ സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലോ, സുബൈർ പറഞ്ഞ കാര്യമൊക്കെ വളരെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സർക്കാർ തന്നെ പറഞ്ഞിട്ട് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ ചെയ്യേണ്ട പ്രാഥമികമായ ഘട്ടത്തിൽ ആദ്യം അവർക്ക് ക്യാമ്പിലേക്ക് മാറ്റലാണ്, പിന്നെ അവരെ വീടുകളിലേക്ക്, വാടക വീടുകളിലേക്ക് മാറ്റലാണ്, ഇനി പുനരധിവാസം ഒരുക്കലാണ്. അതിൻ്റെ ഇടയിൽ ചികിത്സാ പ്രശ്നമുണ്ട്. തുടർ ചികിത്സ കൊടുക്കണോ, അതിനാവശ്യമായുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകുന്നതന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ആ ചികിത്സയുടെ വിവരം ഇത് കൊടുക്കുന്നതിന് മുറക്ക് ആ ചികിത്സാ ധനസഹായം കൊടുക്കണം. ഇനി മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ്റെ ഇതിൽ നിൽക്കുകയാണ്. ഈ ഇലക്ഷൻ തന്നെ വരുത്തി വെച്ചതാണ്. ഇനിയും അവിടെ തെരച്ചിൽ പറയട്ടെ, അവിടെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, റവന്യൂ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, ഈ ഇലക്ഷനു ശേഷം അവിടെയുള്ള സർവകക്ഷി യോഗം വിളിക്കണം. ഇനിയും കിട്ടാനുള്ള ആളുകളുടെ ബന്ധുക്കളെ വിളിക്കണം. അവരുടെ എല്ലാം സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരച്ചിൽ ഏത് ഘട്ടം വരെ കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചതിന് ശേഷം അത് അവസാനിപ്പിച്ച് കാണാതായ ആളുകൾ മുഴുവൻ മരിച്ചതായി കണക്കാക്കി ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥരുടെ ധൂർത്ത്, മറുഭാഗത്ത് ദുരന്തബാധിതരായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ഏത് ഏജൻസിയാണത് പരിഹരിക്കേണ്ടത് എന്ന ചോദ്യം. ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിന്നതാണ് ഉരുൾപൊട്ടലിൽ. അതിനുശേഷം നാട് ഒരുമിച്ച് മാതൃകയായി നടത്തിയ രക്ഷാപ്രവർത്തനം. പക്ഷേ അതിനുശേഷം നമ്മൾ കേട്ടതും കണ്ടതും എത്രമാത്രം ശരിയായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എൻ്റെ ചോര തിളയ്ക്കുന്നു കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലെ പുഴുവരിച്ചതും പ്രാണിയുണ്ടായിരുന്നതും ഇപ്പോൾ ഭക്ഷ്യവിഷബാധയുമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പക്ഷേ അതിനും അപ്പുറമുണ്ട് മേപ്പാടിക്കാർക്ക് പറയാൻ, വയനാടുകാർക്ക് പറയാൻ. എന്താ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഇപ്പം മേപ്പാടിയിൽ ഈ ദുരന്തമുണ്ടായ അന്ന് മിസ്സിംഗ് ആയ ആളുകൾക്ക് ഇതുവരെ മരണ സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടില്ല. ആ മരണ സർട്ടിഫിക്കറ്റ് അനുവദിച്ചാൽ ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഈ DNA ടെസ്റ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, ഇവർക്ക് പുനരധിവാസം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സർക്കാർ ഈ സന്നദ്ധ സംഘടനകൾ 100 വീട് കൊടുക്കാൻ പറഞ്ഞ ആളുകളും അതുപോലെ നിങ്ങളെ ചാനലടക്കം ഒരുപാട് ഓഫറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാവരും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഇരുത്തി സർക്കാർ ഒരു സ്ഥലമെടുത്ത് അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഇലക്ഷൻ വന്നു, അല്ല 100 ദിവസം കിട്ടിയല്ലോ. ഈ 2 മാസം കിട്ടിയപ്പോൾ അത് ചെയ്തില്ലല്ലോ. ഈ റവന്യൂ വകുപ്പിൻ്റെ ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുറേ കാലം. റവന്യൂ ഉദ്യോഗസ്ഥർ അദ്ദേഹം ഇരിക്കുമ്പോഴാണല്ലോ ഇത്രയും വലിയ ദൂരത്തോടെ നടത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥർ താമസിച്ച ലോഡ്ജാണ് കിടക്കുന്നത്. അങ്ങനെയാണോ ശ്രീ ഹാരിസ്? ഞാൻ തന്നെ താങ്കളോട് ചോദിക്കുക, സംസ്ഥാന ഗവൺമെന്റോ ഈ ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? അത് പറയും. താമസിച്ചിട്ടുണ്ടോ? താമസിച്ചതിന് പൈസ കൊടുത്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ ആർക്കും എവിടെയും താമസിക്കാം. അത് അനുവദിക്കണോ അനുവദിക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ട സർക്കാർ. അനുവദിക്കില്ല എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞ പൈസ കൊടുത്തോ? ഇവിടെ കഴിഞ്ഞ ദുരന്തത്തില്, ഈ കഴിഞ്ഞ പ്രളയത്തില് ഇവിടെ ഇഷ്ടം പോലെ പ്രളയത്തിന് ഫണ്ട് കൊടുത്തിട്ട് ഞാൻ ചോദിക്കും, പ്രളയത്തിന് വാങ്ങിച്ച സാധനത്തിന്റെ പൈസ ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടില്ല. എനിക്ക് കിട്ടാനുണ്ട് പൈസ. ഈ വില്ലേജ് ഓഫീസിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത പൈസ, ഇത് സാധനത്തിന്റെ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചോളൂ, നൗഷാദിനെ വിളിച്ച് അന്വേഷിച്ചോളൂ. നിങ്ങൾ സർക്കാർ പൈസ കൊടുത്തില്ല ഇന്നും എന്നോട് പറഞ്ഞു. പിന്നെയാണോ താമസിച്ചതിന്റെ പൈസ പിറ്റേന്ന് കൊടുക്കുക? നിങ്ങൾ കൊടുക്കും, നിങ്ങളുടെ മേടിക്കുകയും ചെയ്യും, സർക്കാർ കൊടുക്കുകയും ചെയ്യും. സംശയമല്ല, ഇത്തരം ഹോട്ടലുകളിൽ, മുന്തിയ ഹോട്ടലുകളിൽ താമസിച്ചാൽ ഹോട്ടലുകാർ എഴുതിത്തള്ളൂ എന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലല്ല, ഞാൻ പറയട്ടെ ഈ ഇത്തരത്തിൽ താമസിച്ചിട്ട് സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി താമസിച്ച് വലിയ ചെലവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ഈടാക്കി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന സമയം ശരിക്കും ഒരു രൂപ പോലും ഈ ദുരന്ത സർക്കാർ അനുമതി ഇല്ലാതെയാണ് ഇവർ താമസിച്ചതെന്ന്. പിന്നെ എങ്ങനെ ഇത് ഈടാക്കുക? റവന്യൂ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥരെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കണം. അതന്നെയാണ് മന്ത്രി പറഞ്ഞത്. ഒരു തുകയും കൊടുക്കില്ല. സർക്കാരിന്റെ ഇവർക്ക് മരണ സർട്ടിഫിക്കറ്റ് 7 വർഷം
വർഷം കഴിഞ്ഞാലേ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എന്നാണ് ഇപ്പോഴും പറയുന്നത്. സാറേ, ഇതിലൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ സുബൈർ പറഞ്ഞ കാര്യത്തിൽ വളരെ ഗുരുതരമായ ഒരു കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ താൽക്കാലികമായി എന്തെങ്കിലും ചർച്ച ചെയ്ത് പോകണ്ടല്ല. 103-ാമത്തെ ദിവസമാണ് ഈ ദുരന്തം നടന്നിട്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ആകെ 10-25 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 മാസമായിട്ടുള്ളൂ. എന്നാ തെരച്ചിൽ നിർത്തിയത്? സർക്കാർ ഔദ്യോഗികമായിട്ട് തെരച്ചിൽ നിർത്തി എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ? 15 ദിവസം കഴിഞ്ഞപ്പോ സാർ പറയട്ടെ, എനിക്ക് പറയാൻ അവസരം തരണം. ഇത് മുണ്ടക്കയിലെ സാധാരണക്കാരന്റെ വിഷയമാണ്. ഇവിടെ സുബൈർ സൂചിപ്പിച്ച അയാളെ നെഞ്ചു പൊട്ടിയിട്ടാണ് അയാൾ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 15 ദിവസം കഴിഞ്ഞപ്പോ അവിടുത്തെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും പിൻവലിച്ചു, അവിടുന്ന് സൈന്യത്തെ പിൻവലിച്ചു, അവിടുന്ന് എല്ലാവരും NDRFന്റെ ഒരു 15-അംഗ സംഘം മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അവരൊരു തെരച്ചിലും 15 ദിവസത്തിനകം ഒന്ന് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ പറയുന്ന ചൂരൽമല പോലെയുള്ള വലിയ ദുരന്തമുണ്ടായ ഒരു സ്ഥലത്ത് അതിന്റെ നിന്ന് ഈ ശ്രദ്ധ മാറി പോകുന്ന രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വന്നതേ ഇവരുടെ സമീപനത്തിന്റെ പ്രശ്നമാണ്. ഈ രാഹുൽ ഗാന്ധി ഒരു MP ഈ പറയട്ടെ ഞാൻ പറയട്ടെ ഈ 3 മാസമാണ് ഈ ദുരന്തം ഉണ്ടായിട്ടായത്. 3 മാസമാണ് ഈ ദുരന്തം ഉണ്ടായിട്ടായത്. 100 ദിവസം തികയാണ്. അതിന്റെ ഇടയിൽ ഇപ്പോ 10-20 ദിവസം ഇലക്ഷന്റെ ഭാഗമായിട്ട് പോവുകയാണ്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, ആര് തെരച്ചിൽ നിർത്തിയെന്നാ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു ശരീരഭാഗം കണ്ടെത്തിയത് NDRF സംഘം ഇപ്പോഴും അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. NDRF സംഘം നിർത്തിയില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി. നിങ്ങളുടെ ചാനൽ അടക്കം പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഈ തുറച്ചിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ തിരച്ചിൽ വീണ്ടും തുടരും. മാത്രമല്ല അനിശ്ചിതമായി തുടർന്നുകൊണ്ട് ഇതുപോലെയുള്ള ഈ ദുരന്തത്തിനിരയായ മനുഷ്യർക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മുണ്ടക്കൈക്കാരനാണ്. ഇദ്ദേഹം പറഞ്ഞു പിന്നെ ഈ ഇടയ്ക്ക് ഒരു ബോഡി കിട്ടിയതിൻ്റെ പേരിൽ അത് NDRF തിരഞ്ഞെടുത്തതാണെന്ന്. അവിടുത്തെ ആദിവാസികൾ തേനെടുക്കാൻ പോയപ്പോൾ മരത്തിന്റെ മുകളിൽ എല്ലും കഷ്ണം കുടുങ്ങിയിട്ടാണ് കണ്ടത്. ഒരു മിനിറ്റ് നിലവിൽ സുബൈർക്ക് പറഞ്ഞതുപോലെ 42 അല്ല 47ഓളം ബോഡികൾ നമുക്ക് കിട്ടാനുണ്ട്. നിലവിൽ മാൻ പവർ അല്ലാണ്ട് എന്ത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവിടെ തെരച്ചിൽ നടത്തിയിട്ടുള്ളത്? എന്തെങ്കിലും ശിരൂരില് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടായില്ല. മന്ത്രി പറഞ്ഞത് ഇവിടെ നമുക്കിപ്പോ വയനാട് ജില്ലേനെ സംബന്ധിച്ച് ഒരു പുഴുവരിച്ച പുഴുവരിച്ച ഒരു ഭക്ഷണമല്ല പ്രശ്നം. ഇപ്പം ഇവിടെ പറഞ്ഞ മാതിരി മനുഷ്യ ജീവിതത്തിൽ ദയനീയമായുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഇപ്പം അവിടെ വേണ്ടത് അവർക്ക് വേണ്ട സഹായങ്ങളും പുനരധിവാസവും. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉദാത്തമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വയനാട് ജില്ലയിൽ ഒട്ടനവധി സന്നദ്ധ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സന്നദ്ധ സംഘടനയും വിളിച്ചെടുത്തി ഒരു ഫ്ലാറ്റ് ഇലക്ഷന് ശേഷം അത് ചെയ്യും. ഇലക്ഷന് ശേഷം സുബൈർ നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ എന്താ വേണ്ടത്? 10 seconds. അല്ല, അവസാനിപ്പിക്കരുത്. ഇത് പറഞ്ഞ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട് ഇതില്. ഒരു മിനിറ്റ്. നമ്മൾ ഇതുപോലെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇലക്ഷൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കുപോക്കം ചെയ്തവർ വളരെ തെറ്റായ കാര്യം. ഇലക്ഷന് മുമ്പ് അവിടെ തെരഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇലക്ഷന് മുമ്പ് തെരഞ്ഞിട്ടുണ്ടോ? ഒരു മിനിറ്റ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കല്ലേ? സിഹാബായി പറയട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി എത്തിയ കിറ്റ് ഒക്ടോബർ മാസവും നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ വിതരണം ചെയ്തതിന് വീഴ്ച നിങ്ങൾക്കാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അത് വിജിലൻസ് വരും. പക്ഷേ മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക്
കയറ്റിവിട്ട കേക്കൂ റവന്യൂ വകുപ്പിലെ ഷിഹാബേ, ഉദ്യോഗസ്ഥരടക്കം മേപ്പാടി മുഴുവൻ പഞ്ചായത്തിലെ ആളുകൾക്ക് ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് മാത്രം മേപ്പാടി പറയരുത്. പഞ്ചായത്തിൽ അതേപോലെ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉദ്യോഗസ്ഥർ വലിയ ഇതേപോലെ ആഡംബര ഹോട്ടലിൽ താമസിച്ചിട്ട് അവിടെ ഈ കൊടുക്കില്ല. സാധാരണക്കാരെ ഡോക്ടർ അരുൺ വളരെ നോക്കൂ, വ്യക്തമായി അത് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാനൊന്നും കഴിയില്ല. സർക്കാർ അവിടെ നിയമപ്രകാരം അത് ആനുകൂല്യം എഴുതിയെടുക്കും. ആ ഉദ്യോഗസ്ഥന്മാർ അതാണ് ഇവിടെ സംഭവിച്ചത്. ലക്ഷൂറിയസ് ഹോട്ടലുകളിൽ താമസിച്ച ഉദ്യോഗസ്ഥർ നടത്തേണ്ട പരിപാടിയല്ല ഈ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസവും. പാവപ്പെട്ട മനുഷ്യര് അവരുടെ ജീവൻ ബലി കൊടുത്ത് ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി ഈ സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിക്കും, കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിക്കും, പഞ്ചായത്ത് എന്തു ചോദിക്കുമെന്ന് ചോദിക്കും. ആ ചോദ്യങ്ങൾ ഉണ്ടാവും, ആ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. എന്റെ ചോര തിളയ്ക്കുന്നു. കൽപ്പറ്റയിൽ നിന്നും തത്സമയം.